ഗൈസ് ഞാൻ പല പ്രാവശ്യം എടുത്തു പറഞ്ഞൊരു കാര്യം ഒന്നും കൂടെ പറയുകയാണ്. ട്രംപ് ക്രിപ്റ്റോയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് പറഞ്ഞില്ലെങ്കിൽ പോലും അത് ക്രിപ്റ്റോനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം ഓൾറെഡി ഇതൊരു ഗ്യാംബ്ലിംഗ് ആക്കി മാറ്റിക്കഴിഞ്ഞു. സ്വന്തം പേരിലും ഭാര്യേൻ്റെ പേരിലും മോൻ്റെ പേരിലെല്ലാം മീം കോയിൻ ഇറക്കിയിട്ട് ഒരു ഗ്യാംബ്ലിംഗ് ആയി മാത്രം മാറ്റിക്കഴിഞ്ഞു. ഷിറ്റ് കോയിനറായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ ട്രംപ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി ഉണ്ട്. ഇനി ക്രിപ്റ്റോയി ബിറ്റ് കോയിൻ റിസർവിനെ പറ്റി അതുപോലെ തന്നെ SEC ചെയർമാനെ പുറത്താക്കുന്നതിനെ പറ്റി കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ നെഗറ്റീവ് ന്യൂസായിട്ട് മാറുകയാണ്. ക്രിപ്റ്റോനെ പറ്റി നെഗറ്റീവായിട്ട് ഒന്നും പറയണ്ട. അയാൾ ഈ ക്രിപ്റ്റോനെ പറ്റി മിണ്ടാതിരുന്നാൽ പോലും അത് നെഗറ്റീവായിട്ട് ബാധിക്കും ക്രിപ്റ്റോനെ. അപ്പോൾ ഇന്ന് തന്നെ ബിറ്റ് കോയിൻ 2 ലക്ഷം പോകും 3 ലക്ഷം പോകും എന്നൊക്കെ പറയുന്നവരോട് ഈ കാര്യം ജസ്റ്റ് നോക്കാനെങ്കിലും പറയാം. നിങ്ങളൊന്ന് സ്വന്തം റിസർച്ച് ചെയ്യുക. ഒരാൾ പറയുന്ന കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് ലോങ് ഓപ്പൺ ആക്കി വെക്കട്ടെ, ഇത് ലോങ് ഓപ്പൺ ആക്കി വെക്കട്ടെ എന്നുള്ള കാര്യം. ഞാൻ ഓൾറെഡി ഒരു ലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ വാങ്ങി വെക്കുക. ഫ്യൂച്ചർ ട്രേഡ് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തോടെ ഒരു പാഠം പഠിക്കും. ആ കാര്യം ഞാൻ ഇപ്പം തന്നെ എടുത്ത് പറയുകയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മാർക്കറ്റ് പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ പോലും ഒരിക്കലും ക്രിപ്റ്റോ മാർക്കറ്റ് ഈസി അല്ല. നേരെ മേലേക്ക് പോവല്ല ചെയ്യുക. ഒരൊറ്റ 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ വലിയ ഡംപ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ മേലോട്ടേക്ക് പോവുക. അപ്പോൾ എന്താവും, നിങ്ങളുടെ എല്ലാ പൊസിഷനും SL വെക്കുന്നവരാണെങ്കിൽ SL ആവും. അപ്പോൾ ബിഗിനേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് SLA വെക്കില്ല. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും, ബ്രോ എൻ്റെ ഫണ്ട് മുഴുവൻ പോയി എന്ന്. ഫണ്ട് മുഴുവൻ പോകാതിരിക്കാനാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളാരും സഹായിക്കില്ല. നിങ്ങളുടെ ക്യാഷ് നോക്കേണ്ടത് നിങ്ങളാണെന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. ആരെങ്കിലും പറയുന്ന കോയിൻസിലേക്കൊക്കെ ലോങ്ങും ഷോർട്ടൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ക്യാഷ് പോയി കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി പോകും. നിങ്ങൾ മാത്രമാണ് അതിൽ പെടുക. ആ കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്യാഷ് കളയണ്ട എന്നുണ്ടെങ്കിൽ, അത്യാഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് തൊടാതിരിക്കുക കുറച്ച് സമയത്തേക്ക്. സ്പോട്ടിൽ നല്ല കോയിൻസ് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. ഡിപ്പ് കിട്ടിയപ്പോഴും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് ഡിപ്പിൽ കിടക്കുന്ന കോയിൻസ് ഉണ്ട്. അതെല്ലാം വാങ്ങി വെക്കുക. എന്നിട്ട് സ്പോട്ടിൽ ഗെയിൻസ് ഉണ്ടാക്കാൻ നോക്കുക. സ്പോട്ട് വാലറ്റിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയില്ലേ, സ്പോട്ട് എന്താണ് ഫ്യൂച്ചേഴ്സ് എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ എന്തായാലും ഇന്നൊരു രാത്രി കൊണ്ട് പഠിക്കാൻ പറ്റില്ല. അതൊന്നും അറിയാത്തവർ ഈ ചാനലിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് ബുദ്ധിയോടെ പ്രവർത്തിക്കുക. അല്ലാതെ വെറുതെ ക്യാഷ് കൊണ്ട് കളയരുത്. ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഇട്ടോ, ഹൈ വോളറ്റൈലായിരിക്കും, നിങ്ങൾക്ക് പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ ലോങ്ങോ ഷോർട്ടോ ഒന്നും ഓപ്പൺ ആക്കണ്ട. എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് പോകുന്നത് എന്ന് മനസ്സിലാക്കി കൃത്യമായൊരു ബ്രേക്കൗട്ട് കിട്ടി, അത് ഫേക്ക് ബ്രേക്കൗട്ട് അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവുക. ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. നല്ല കോയിൻസ് വാങ്ങി വെച്ചോ, ഉറപ്പായിട്ടും അത് ഫ്യൂച്ചറിൽ കയറും. ഇനി ട്രംപ് എന്ത് തന്നെ ചെയ്താലും ഒരൊറ്റ വിചാരിച്ച് ഒരിക്കലും ക്രിപ്റ്റോ മാർക്കറ്റിന് ഇല്ലാതാക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഷോർട്ട് ടൈമിലേക്ക് ഒരു ഡംപോ അല്ലെങ്കിൽ പമ്പോ കൊണ്ടുവരാൻ പറ്റിയേക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ രാജ്യങ്ങളെല്ലാം ബിറ്റ് കോയിൻ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ നോക്കുമ്പോൾ ഉറപ്പായിട്ടും നല്ല ഒരു കാര്യം തന്നെയാണ് നമുക്കുള്ളത്. എന്ന് വെച്ച് ലോങ് ടൈമിലേക്ക് എന്ന് പറഞ്ഞ് ട്രേഡ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഡംപായിരിക്കില്ല ഉണ്ടാവുക. ഈ വർഷം ഈ എയർ ഡ്രോപ്പിൻ്റെ ഒക്കെ കൂടെ മാർക്കറ്റിലേക്ക് വന്നവർക്ക് ഇതിനെപ്പറ്റി ശരിക്കും അറിയില്ല. ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഇന്ന് കുറച്ച് സമയത്തേക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഒന്ന് ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് പിന്നീട് ട്രേഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. പിന്നെ ക്രിപ്റ്റോ സ്കാം ആണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും നഷ്ടം. ഞാൻ എപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഷെയർ ചെയ്താലും കുറേ ആൾക്കാർ വന്ന് DM കരയും, അയ്യേ നീ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇന്നലെയും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നാളെ ഉണ്ടാക്കും. നിങ്ങൾ ഇപ്പോൾ കുറേ ഹേറ്റേഴ്സ് വന്ന് കരയുന്നതും അത് വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ലിക്വിഡേറ്റ് ആവും, പോസ്റ്റിന് ഓപ്പൺ ആക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ക്ലോസ് ആക്കി അവരെല്ലാം രക്ഷപ്പെട്ടു. പിന്നെ അപ്പോൾ അയ്യോ നീ പറയണ പോലെ നടക്കൂല, ഇതെന്താണ് ഇങ്ങനെ, നീ പറയണ പോലെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വന്ന് കരഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് അതല്ല വിഷയം, കരയുന്നവരുടെ കരഞ്ഞോട്ടെ, നമ്മളത് മൈൻഡാക്കുന്നില്ല. പിന്നെ ലിക്വിഡേറ്റ് ആയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അതേ കരഞ്ഞ സെയിം ടീം ആ മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ട് വരികയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ടെലഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും മെസ്സേജ് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാൽ കാണാൻ പറ്റും. ഞാൻ സ്വന്തമായിട്ട് ചെയ്ത ടെലഗ്രാമാണ് എൻ്റെ കയ്യിലുള്ളത്, മോഡ് വേറെ ആരുടെ മോഡല്ല. അതുകൊണ്ട് തന്നെ അത് പേടിക്കേണ്ട, എൻ്റെ സ്വന്തം മോഡാണ്. അപ്പോൾ എനിക്ക് ഡിലീറ്റ് ആക്കിയ മെസ്സേജ് കാണാൻ പറ്റും. അപ്പോൾ ഇതേ അന്ന് രാത്രി വന്ന് ഈ നെഗറ്റീവായ പറഞ്ഞവരും എല്ലാം തന്നെ എന്താക്കി, ആ മെസ്സേജെല്ലാം അവരെയൊന്ന് ഡിലീറ്റ് ആക്കി. എന്നിട്ട് അമ്പിയും എന്താ പറയുക, അന്യനും അമ്പിയില്ല, ആ ഒരു ചേഞ്ചാണ്. പെട്ടെന്ന് ആൾക്കാർ മുഴുവൻ മാറി ഭയങ്കര നല്ല ആളായിട്ട്, ബ്രോ എൻ്റെ ലിക്വിഡേറ്റ് ആയി പോയി, ഡൊണേഷൻ തരുമെന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് ചിരി വരെ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യുക, വേണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട, എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും സേഫാണ്. ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു ട്രേഡ് ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല, എല്ലാം ക്ലോസ്ഡാണ്. എൻ്റെ ഫ്യൂച്ചേഴ്സിൽ ഒരു ട്രേഡും ഇല്ല. ഓക്കെ ഉണ്ട്, പക്ഷേ ഞാനത് ഒരുപാട് കാലം മുമ്പ് ഓപ്പൺ ആക്കിയ ARBൻ്റെ ഒക്കെ ട്രേഡാണ്, ARB ഓണ്ടോ ഒക്കെ. അതൊക്കെ ഇപ്പോൾ ഒരുപാട് മേലെയാണ്. അപ്പോൾ ഡബിൾ കൂടുതൽ പ്രോഫിറ്റാണ്. അതൊന്നും ഇനി ഒരിക്കലും ലിക്വിഡേറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ പേടിക്കാനില്ല. ഞാൻ പറയുന്നത് ഷോർട്ട് ടേം ട്രേഡുകളാണ്. അപ്പോൾ
ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുക. ട്രംപ് ഭരണത്തിൽ കയറി ഈ ബിറ്റ്കോയിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാം ഓക്കെ. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടേയിരിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായെന്ന് വെച്ച് അവിടെ തീരെയല്ല ക്രിപ്റ്റോ മാർക്കറ്റ്. ആ കാര്യം ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഫോമോയിൽ അത് ഉൾപ്പെടും തോറും നിങ്ങൾക്ക് ക്യാഷ് പോകാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഒഴിവാക്കുക. എന്നിട്ട് സമാധാനമായിട്ടിരിക്കുക. ഒരു ചാൻസ് മിസ്സായ അടുത്ത ചാൻസ് വരും. അല്ലാതെ ഒരു ചാൻസ് പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ കഴിഞ്ഞു പോയ ചാൻസിൻ്റെ കൂടെ ഓടിപ്പിടിക്കാൻ നോക്കരുത്. അത് നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. ആ കാര്യം മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യുക. പിന്നെ സ്പോട്ട് വാലറ്റിൽ വാങ്ങി വെച്ചവർ ഒരു പാനിക് അറ്റാക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡൗൺ ആയാലോ തിരിച്ച് കയറി വരും. ഓക്കെ, ഇപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം ക്രിപ്റ്റോ മാർക്കറ്റ് അല്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി നോക്കുക. ഒരുപാട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്ന ഒരു ഫ്ലാറ്റ് വാങ്ങി കാർ വാങ്ങി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, അതിലൊക്കെ ആയിരിക്കും അങ്ങനെ റിട്ടേൺ കിട്ടുക. പക്ഷേ അത് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന് മാത്രമേ കിട്ടുള്ളൂ. പോയി കളിക്കുന്നത് നിങ്ങൾക്ക് കിട്ടില്ല എന്നതാണ് അതിൽ സത്യം. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കൊള്ളും. അതുകൊണ്ട് തന്നെ പറയുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.